ഒന്നാമത്തത് നമുക്കറിയാം, നമ്മൾ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ഭക്ഷണത്തിൻ്റെ അടുത്ത് പോയി നമ്മൾ ഇരിക്കാറുണ്ട്. അത് വീട്ടിലാണെങ്കിലും ഇനി നോമ്പ് തുറപ്പിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ നമ്മളൊരു 5 മിനിറ്റ് മുമ്പേ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പേ തന്നെ ഭക്ഷണത്തിൻ്റെ മുമ്പിൽ ഇരിക്കാറുണ്ട്. ഈ സമയത്ത് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള പ്രാർത്ഥനയാണ്. കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭമാണ് ഒരു ഇബാദത്തിൻ്റെ അവസാന സന്ദർഭങ്ങൾ. മാത്രമല്ല, നോമ്പുമായി ബന്ധപ്പെട്ട് പറയപ്പെട്ട ഹദീസിലുള്ളത് നോമ്പുകാരൻ്റെ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിലുള്ള പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്നാണ്. അവിടെ ചില ഹദീസിലെ റിവായത്തിൽ വന്നിട്ടുള്ളത് ഹീന യുഫ്തിർ, നോമ്പ് തുറക്കുന്ന സമയം. മറ്റൊരു റിവായത്തിലുള്ളത് ഇൻദ ഫിത്രിഹി, നോമ്പ് തുറക്കുന്നതിൻ്റെ അടുത്ത് അഥവാ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ. അപ്പോൾ ഈ സന്ദർഭം ഏതാണ് എന്ന് ചോദിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ പല പണ്ഡിതന്മാരും നൽകിയിട്ടുള്ള ഉത്തരം നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള സമയം പ്രാർത്ഥനക്കുത്തരം കിട്ടുന്ന സമയമാണ് എന്നാണ്. മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ആ സന്ദർഭം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി അദ്ദുആഉ യകൂനു ഖബ്ല അൽ ഇഫ്താർ ഇൻദൽ ഗുറൂബ്, നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഉള്ള ആ സന്ദർഭമാണത്, സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സന്ദർഭം. കാരണം ലി അന്നഹു യജ്തമിഉ ഫീ ഹഖ്ഖിഹി ഇൻകിസാറുൻ നഫ്സ് വദ്ദുല്ലു ലില്ലാഹി അസ്സ വജൽ, കാരണം ആ സന്ദർഭത്തിൽ അള്ളാഹുവിലേക്ക് അങ്ങേയറ്റം അടുത്ത് നിൽക്കുകയും മനസ്സും ശരീരവുമൊക്കെ അള്ളാഹുവിലേക്ക് വിനയപ്പെട്ട് നിൽക്കുകയും സന്ദർഭമാണ്. വ അന്നഹു സായിമുൻ, അതേപോലെ തന്നെ അവൻ നോമ്പുകാരനാണ്. വകുല്ലു ഹാദിഹി മിൻ അസ്ബാബിൽ ഇജാബ, അതൊക്കെ ഉത്തരം നൽകപ്പെടാനുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ് എന്നാണ്. അപ്പോൾ നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സന്ദർഭത്തിൽ വെറുതെ സംസാരിച്ച് സമയം കളയാതെ, കളിചിരികൾ പറഞ്ഞ് സമയം കളയാതെ, ആ സമയത്ത് അത്യാവശ്യമുള്ള പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ ചുരുങ്ങിയ വാക്കുകളിൽ അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. സൗദി അറേബ്യയിലെ പണ്ഡിത സഭയും ഇൻദ ഫിത്രിഹി എന്നതിന് അവർ നൽകിയിട്ടുള്ള വിശദീകരണത്തിൽ കാണാം വദ്ദുആഉ യകൂനു ഖബ്ല അൽ ഇഫ്താരി വ ബഅദഹു, നോമ്പ് തുറക്കുന്നതിന് മുമ്പും നോമ്പ് തുറന്നതിന് ശേഷവുമെല്ലാം തന്നെ ഇൻദ ഫിത്രിഹി എന്ന വാക്ക് ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കാമെന്നാണ്. അതുകൊണ്ട് ആ സന്ദർഭം ഉപയോഗപ്പെടുത്തി നമ്മുടെ ഗൗരവമേറിയ ആവശ്യങ്ങൾ, പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആ സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. കളിച്ചിരികൾ പറഞ്ഞുകൊണ്ട്, തമാശകൾ പറഞ്ഞുകൊണ്ട് ആ സമയത്ത് നമ്മൾ പാഴാക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത്തത് നമുക്കറിയാം, ബിസ്മി ചൊല്ലിക്കൊണ്ടായിരിക്കണം നമ്മൾ വെള്ളം കുടിക്കേണ്ടതും ഭക്ഷണം കഴിക്കേണ്ടതും. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു വേള പലപ്പോഴും അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സന്ദർഭത്തിലും മറ്റുമൊക്കെ പെട്ടെന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ ആളുകൾ നോമ്പ് തുറക്കുന്നതിലേക്കായിരിക്കും ശ്രദ്ധിക്കുക. പലരും ബിസ്മി ചെല്ലാൻ മറന്നു പോവാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ചൊരു കുട്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ധൃതി കാണിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട് പറഞ്ഞത്, ഓ ഗുലാം, യാ ഗുലാം സമ്മില്ലാ, ബിസ്മില്ലാ എന്ന് പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മി ചൊല്ലാൻ പ്രേരിപ്പിച്ചത് കാണാൻ സാധിക്കും. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിൽ കാണാം, നമ്മൾ ബിസ്മി ചൊല്ലാതെയാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ഷെയ്ത്താൻ, പിശാജ് അതിൻ്റെ കൂടെ കൂടി ഭക്ഷണം കഴിക്കുന്നതാണ്. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ മറന്നു പോവാതെ നമ്മൾ ബിസ്മി ചൊല്ലുകയും നമ്മുടെ മക്കൾക്കും അതിനെക്കുറിച്ച് ഓർമ്മയില്ലാത്ത ആളുകൾക്കുമൊക്കെ ബിസ്മി ചൊല്ലുന്നതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി കൊടുത്തതുപോലെ നമ്മൾ അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. മൂന്നാമത്തത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, നല്ല ഈത്തപ്പഴം കൊണ്ടായിരിക്കണം നമ്മൾ നോമ്പ് തുറക്കേണ്ടത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാനപ്പെട്ട ഒരു ചര്യയായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഫ്തിറു അലാ റുതബാത്തിൻ ഖബ്ല അൻ യുസല്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ നോമ്പ് തുറക്കും. ബാങ്ക് കൊടുത്താൽ അള്ളാഹുവിൻ്റെ റസൂൽ നോമ്പ് തുറക്കും. പാകമായ ഈത്തപ്പഴം, അതിനാണ് റൊത്തബ് എന്ന് പറയുന്നത്, അഥവാ ഉണങ്ങാത്ത പാകമായി പഴുത്തു വന്ന ഈത്തപ്പഴം, അത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് തുറന്നിരുന്നത്. അതിനാണ് മുൻഗണന. ഫഇല്ലം തകുനു റതബാത്തുൻ, ഇനി റുത്തബ ലഭിച്ചിട്ടില്ലെങ്കിൽ ഫഅലാ തമറാത്തിൻ, ഉണങ്ങിയ കാരക്ക കൊണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറക്കും. ഫഇല്ലം തകുൻ, ഇനി അതും കിട്ടിയിട്ടില്ലെങ്കിൽ ഹസവാത്തിൻ മിൻ മാഇൻ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളത്തിൽ നിന്ന് ചില മുറുക്കുകൾ കുടിച്ചുകൊണ്ട് നോമ്പ് തുറക്കുന്നതാണ്. അപ്പോൾ അവിടെ വെള്ളത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈത്തപ്പഴം, പാകമായ ഈത്തപ്പഴം കൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടത്. അതാണ് നബിയുടെ ചര്യ. അത് ലഭിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഉണങ്ങിയ ഈത്തപ്പഴമാകാം. ഇത് രണ്ടും കിട്ടിയിട്ടില്ലെങ്കിലാണ് വെള്ളത്തിലേക്ക് പോവേണ്ടത്. പലരും ജ്യൂസ് കുടിച്ചുകൊണ്ടോ വെള്ളം കുടിച്ചുകൊണ്ടോ, കാരണം നല്ല ദാഹമുണ്ടാകും, അപ്പോൾ പലരും ഈത്തപ്പഴത്തിന് മുൻഗണന കൊടുക്കുന്നില്ല. ചില ആളുകൾ ഞങ്ങൾക്ക് ഈത്തപ്പഴം ഇഷ്ടമില്ല എന്ന് പറയുന്നവരുണ്ട്. അവരോട് നമുക്ക് പറയാനുള്ളത്, ഈത്തപ്പഴത്തെ നമ്മൾ ഇഷ്ടപ്പെടണം.
കാരണം ഒരുപാട് സുന്നത്തുകൾ ലഭിക്കുന്ന ഒരു കാര്യമാണ് ഈത്തപ്പഴവുമായി ബന്ധപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈത്തപ്പഴത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തേണ്ടതുണ്ട്. ഇക്കാര്യവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നാലാമത്തത്, വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ദാഹം ധാരാളം ഉണ്ടാകും. എന്നിരുന്നാലും വെള്ളം കുടിക്കുമ്പോൾ വളരെ സാവകാശത്തിൽ, ഏറ്റവും ചുരുങ്ങിയത് 3 തവണയായിക്കൊണ്ടെങ്കിലും ആയിരിക്കണം നമ്മൾ വെള്ളം കുടിക്കേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. മാത്രമല്ല, നോമ്പ് തുറക്കുന്ന ആ സന്ദർഭത്തിൽ അങ്ങനെ കുടിക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. സ്വഹീഹായ ഹദീസിൽ കാണാം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതനഫസു ഫി ശറാബി സലാസൻ വയഖൂലു ഇന്നഹു അർവാ വ അബ്റഉ വ അംറഉ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 മുറുക്കായിട്ടാണ്, അഥവാ വെള്ളം കുടിച്ചു 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്വാസം പുറത്തേക്ക് അയക്കും. എന്ന് പറഞ്ഞാൽ ഒറ്റ ശ്വാസത്തിൽ കുടിക്കുകയില്ല. പലരും ദാഹം കൊണ്ട് ഒറ്റ ശ്വാസത്തിൽ തന്നെ ഗ്ലാസ്സിലുള്ള വെള്ളം മുഴുവൻ കുടിക്കുന്നത് കാണാം. അത് നല്ലതല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 മുറുക്കുകളായിട്ടായിരുന്നു കുടിച്ചിരുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, അങ്ങനെ കുടിച്ചാൽ അത് നമ്മുടെ ദാഹം മാറാനും നമ്മുടെ ശരീരത്തിൽ വെള്ളം ആഗിരണം ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ കുടലുകൾക്ക് രോഗമോ മറ്റോ വരാതിരിക്കുവാനും എല്ലാം തന്നെ അങ്ങനെ സാവകാശത്തിൽ കുടിക്കലാണ് ഖൈർ. അതാണ് ഇന്നഹു അർവാ വ അബ്റഉ വ അംറഉ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത്. അത് ശരീരത്തിൽ ദാഹം മാറാനും അതേപോലെ തന്നെ ശരീരത്തിൽ ആഗിരണം ചെയ്ത് നമ്മുടെ ശരീരത്തിന് ഉപകാരപ്പെടാനും രോഗം വരാതിരിക്കാനുമൊക്കെ അങ്ങനെ സാവകാശത്തിൽ മുറുക്കുകളായി കുടിക്കുകയാണ് വേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചും നമ്മുടെ വയറൊക്കെ കാലിയായി നിൽക്കുന്ന ആ സന്ദർഭത്തിൽ ഒറ്റയടിക്ക് കുടിക്കാതെ മെല്ലെ മെല്ലെ കുടിക്കുന്നതിലാണ് ഖൈർ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അഞ്ചാമതായി, പല ആളുകളും ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്നവരും പലരും ഇടത് കൈകൊണ്ട് ഈത്തപ്പഴം അതേപോലെയുള്ള പലഹാരങ്ങളൊക്കെ ഇടത് കൈകൊണ്ട് കഴിക്കുന്നത് കാണാം. ചോറ് കഴിക്കുകയാണെങ്കിലോ അതല്ലെങ്കിൽ ചപ്പാത്തി അതേപോലെയുള്ളത് കഴിക്കുമ്പോൾ വലത് കൈ ഉപയോഗിക്കുന്ന ആളുകൾ പോലും അതല്ലാത്ത ചെറിയ ചെറിയ പലഹാരങ്ങളോ ഈത്തപ്പഴമോ ഫ്രൂട്ട്സൊക്കെ ഇടത് കൈ കൊണ്ട് പലരും കഴിക്കുന്നത് കാണാം. ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നതും കാണാം. ഭൂരിഭാഗം ആളുകളും വെള്ളം കുടിക്കുന്നിടത്താണ് ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നത്. അവർ പല ന്യായങ്ങളും പറയും. ഭക്ഷണം വലത് കൈ കൊണ്ട് കഴിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലാസ് എടുത്താൽ അത് ഗ്ലാസ്സിലാവുകയില്ലേ എന്നൊക്കെ പറയുന്ന സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ലാ യഅ്കുലു അഹദുക്കും ബിശിമാലി വലാ യശ്റബന്ന ബിശിമാലി. നിങ്ങളിൽ ഒരാളും തന്നെ ഇടത് കൈകൊണ്ട് കുടിക്കുകയോ ഇടത് കൈകൊണ്ട് ഭക്ഷിക്കുകയോ ചെയ്യരുത്. കാരണം ഫഇന്ന ശൈത്താന യഅ്കുലു ബിശിമാലി വയശ്റബു ബിശിമാലിഹി. ശൈത്താനാണ് ഇടത് കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇടത് കൈകൊണ്ട് കുടിക്കുക, ഇടത് കൈകൊണ്ട് തിന്നുക എന്നുള്ളതൊക്കെ ശൈത്താൻ്റെ പണിയാണ്. അപ്പോൾ പിശാചുക്കളോട് നമ്മൾ ഒരിക്കലും സാദൃശ്യപ്പെടാൻ പാടില്ല. അതുകൊണ്ട് എന്ത് തിന്നുകയാണെങ്കിലും എന്ത് കുടിക്കുകയാണെങ്കിലും അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ വലത് കൈകൊണ്ടായിരിക്കണം. അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആറാമത്തത്, നമുക്കറിയാം, നമ്മൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലാണ് നോമ്പ് തുറക്കുന്നത്. പലപ്പോഴും ബാങ്കുമായി ബന്ധപ്പെട്ട സുന്നത്തുകളെല്ലാം തന്നെ നമ്മളെല്ലാവരും മറന്നു പോവാറുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിൻ ഫഖൂലു മിസ്ല മാ യഖൂൽ. ബാങ്ക് വിളിക്കുന്ന ആൾ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ ആ ബാങ്ക് വിളിക്കുന്ന ആൾ പറയുന്നത് പോലെ നിങ്ങൾ പറയണം. എന്നാൽ ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാ എന്ന് പറയുന്നിടത്ത് നമുക്കറിയാം അവിടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ബാങ്ക് വിളിക്കുന്ന ആൾ പറയുന്നത് പോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. സുമ്മ സല്ലു അലൈ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ അലി മുഹമ്മദ് എന്നുള്ള ഇബ്രാഹിമി സ്വലാത്ത് മുഴുവൻ ചൊല്ലിയാൽ അതാണ് ഖൈർ. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്നെങ്കിലും പറയേണ്ടതാണ്. അങ്ങനെ സ്വലാത്ത് ചൊല്ലണം ബാങ്ക് വിളി കഴിഞ്ഞാൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറയുകയാണ്, ഫഇന്നഹു മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ. ആരെങ്കിലും എൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലുന്നതാണ്. അപ്പോൾ ഈ ഫളുലൊക്കെ ബാങ്ക് കൊടുക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. അതിനുശേഷം വീണ്ടും പറയുന്നത്, സുമ്മ സലുല്ലാഹ ലിൽ വസീല. നിങ്ങൾ എനിക്ക് വേണ്ടി വസീലയെ തേടണം. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫദീല വബഅസ്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദി വഅത എന്ന ദുആണ് ഉദ്ദേശം. ആ ദുആയും അതേപോലെ തന്നെ സ്വലാത്തും പിന്നെ ബാങ്ക് വിളിക്കുന്ന ആൾ പറയുന്നത് പോലെ പറയലും. ഇങ്ങനെ ചെയ്താൽ അത്തരം ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഫമൻ സഅലല്ലാഹ ലിൽ വസീല ഹല്ലത്ത് അലൈഹി ഷഫാഅ. എനിക്കാരെങ്കിലും അള്ളാഹുവിനോട് വസീലയെ തേടിയാൽ അവർക്കെൻ്റെ ഷഫാഅത്ത് ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് ഫളലുകളുള്ള കാര്യമാണ്
ബാങ്ക് വിളിക്കുന്ന ആൾക്ക് ഉത്തരം നൽകലും അതിനുശേഷമുള്ള സ്വലാത്തും പ്രാർത്ഥനയുമൊക്കെ. പക്ഷേ പലപ്പോഴും നോമ്പ് തുറക്കുന്ന തിരക്കിൽ നമ്മളൊക്കെ അത് മറന്നു പോവാറുണ്ട്. അങ്ങനെ മറന്നു പോവാതെ അത് ഓർത്തെടുത്ത് ചെല്ലാൻ നമ്മൾ പരിശീലിക്കണം. നോമ്പ് തുറക്കുന്നതോടൊപ്പം തന്നെ ബാങ്ക് വിളിക്ക് ഇജാബത്ത് കൂടി നൽകാനും അതിനുശേഷമുള്ള പ്രാർത്ഥനകൾ ചെല്ലാനും നമ്മൾ മറന്നു പോവാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഏഴാമത്തെ വിഷയം നോമ്പ് തുറക്കുമ്പോൾ ഉള്ള പ്രാർത്ഥന. അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലുള്ള പൊതുവായ പ്രാർത്ഥന. ഇതും പലരും മറന്നു പോകുന്നതാണ്. ചില ആളുകൾ നോമ്പ് തുറക്കുമ്പോൾ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിലുള്ള പ്രാർത്ഥന ചൊല്ലും. പക്ഷേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ചൊല്ലേണ്ട പ്രാർത്ഥന വിട്ടുപോവുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഉദാഹരണത്തിന് ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ അഫ്തറ, നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പറയും, ദഹബദ്ദമഉ, ദാഹം ശമിച്ചിരിക്കുന്നു, ദാഹം പോയിരിക്കുന്നു, വബ്തല്ലത്തിൽ ഉറൂഖ്, ഞരമ്പുകളൊക്കെ നനഞ്ഞിരിക്കുന്നു, വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം സ്ഥിരപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാറുണ്ട്. എന്നാൽ അല്ലാഹുമ്മ ലഖസുംതു വഅലാ റിസ്ഖിക അഫ്തർതു എന്നൊരു ദുആ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ആ ദുആ ദുർബലമാണ് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഈ ഹദീസ്, ഈ ദുആ സ്ഥിരപ്പെട്ടതാണ്. അപ്പോൾ ദഹബല്ലമഉ വബ്തല്ലത്തിൽ ഉറൂഖ് വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്ന ദുആ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാൻ മറന്നു പോകരുത്. അതിനു പുറമെ വെള്ളം കുടിച്ചു കഴിഞ്ഞാലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും പൊതുവേ അള്ളാഹുവിനെ സ്തുതിക്കണം, അൽഹംദുലില്ലാഹ് എന്ന് പറയണം. ധാരാളം വ്യത്യസ്തങ്ങളായ ദുആകൾ ഭക്ഷണശേഷം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ഇവിടെ പറയൽ ഉദ്ദേശമല്ല. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അകല ത്വആമൻ, ആരെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദ ത്വആമ, ഞങ്ങൾക്ക് ഈ ഭക്ഷണം നൽകിയ അള്ളാഹുവിന് സർവ്വസ്തുതിയും, വറസഖനീഹി, അവൻ ഞങ്ങൾക്കിത് നൽകിയിരിക്കുന്നു, ഞങ്ങളെ ഭക്ഷിപ്പിച്ചിരിക്കുന്നു, മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ, എന്നിൽ നിന്ന് യാതൊരു ഹൗലും യാതൊരു ശക്തിയും ആ വിഷയത്തിൽ എന്നിൽ നിന്നുണ്ടായിട്ടില്ല, എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ഈ ഭക്ഷണം എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആ വ്യക്തിയുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്നാണ്. മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഒരു ദുആ, ഭക്ഷണശേഷമുള്ള പൊതുവായ ദുആകളും നോമ്പ് തുറന്നു കഴിഞ്ഞാലുള്ള ദുആകളും നമ്മൾ മറന്നു പോകാൻ പാടില്ല. എട്ടാമത്തെ കാര്യം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന പോലെ തന്നെയാണ് ഹൈന യുഫ്തിറു, നോമ്പ് തുറന്നുകൊണ്ടിരിക്കെയുള്ള മറ്റു പ്രാർത്ഥനകൾ. നോമ്പ് തുറക്കുന്ന ആൾക്ക് ഇതിനെല്ലാം പുറമെയുള്ള മറ്റു പ്രാർത്ഥനകൾ, കാരണം ആ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്നതാണ്. അപ്പോൾ നോമ്പ് തുറക്കുന്നതിന് മുമ്പും പ്രാർത്ഥിക്കുക, നോമ്പ് തുറന്നുകൊണ്ടിരിക്കെ നമ്മൾ ചെറിയ ചെറിയ പ്രാർത്ഥനകൾ, പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ, ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ധാരാളം പ്രാർത്ഥനകളുണ്ട്, വളരെ ചെറിയ ലഫ്ളുകളുള്ളത്. ആ ലഫ്ളുകളുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹുമ്മ ഗഫിർലി, അള്ളാഹു എനിക്ക് പുറത്തു തരണേ, അല്ലെങ്കിൽ അല്ലാഹുമ്മ അദ്ഖിൽനിൽ ജന്ന, അള്ളാഹു എന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണമേ, അല്ലെങ്കിൽ അല്ലാഹുമ്മ തഖബ്ബൽ മിന്നി, അള്ളാഹു എന്നിൽ നിന്ന് സ്വീകരിക്കണേ. ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകൾ, ചെറിയ ചെറിയ പ്രാർത്ഥനകൾ ആ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാൻ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തതാണ്. ഒമ്പതാമത്തത്, പലപ്പോഴും റമളാൻ മാസത്തിൽ ധാരാളം നോമ്പ് തുറകളുണ്ടാകും. മറ്റുള്ള ആളുകൾ നമ്മളെ നോമ്പ് തുറപ്പിക്കും. അങ്ങനെ നോമ്പ് തുറപ്പിക്കുമ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു സംഘത്തിൻ്റെ അടുത്ത് നോമ്പ് തുറക്കാൻ പോയാൽ നോമ്പ് തുറപ്പിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണം. അതോടൊപ്പം നമുക്ക് ഭക്ഷണം നൽകുന്ന ഏതൊരാൾക്ക് വേണ്ടിയും പൊതുവായുള്ള പ്രാർത്ഥനയുമുണ്ട്. ഇത് രണ്ടും നമ്മൾ മറന്നു പോകാൻ പാടില്ല. പലരും മറന്നു പോകുന്ന ഒരു സുന്നത്താണിത്. അതിൽ തന്നെ നമുക്കറിയാം, നോമ്പ് തുറന്നു കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിയുടെ അടുക്കൽ വെച്ച്, സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂല് മറ്റു ചില ആളുകളും നോമ്പ് തുറക്കുകയുണ്ടായി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഫ്തറ ഇൻദകുമു സായിമുൻ, നോമ്പുകാർ നിങ്ങളുടെ അടുക്കൽ വെച്ച് നോമ്പ് തുറന്നിരിക്കുന്നു, വസല്ലത്ത് അലൈക്കുമുൽ മലായിക, അതുകൊണ്ട് തന്നെ മലക്കുകൾ അവരുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. മലക്കുകളുടെ സ്വലാത്ത്, പ്രാർത്ഥന, മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയിരിക്കുന്നു. അത് നോമ്പ് തുറപ്പിക്കുന്ന ആളുകൾക്ക് മലക്കുകൾ പ്രാർത്ഥിക്കുന്നതാണ്. അങ്ങനെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു ആശംസ കൂടിയാണത്. വഅകല ത്വആമക്കുമുൽ അബ്റാർ, പുണ്യവാന്മാർ നിങ്ങളുടെ ഭക്ഷണം കഴിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഈ ദുആ നമ്മൾ പഠിച്ചു വെക്കണം. അഫ്തറ ഇൻദകുമുസ് സായിമൂൻ വസല്ലത്ത് അലൈക്കുമുൽ മലായിക വഅകല ത്വആമക്കുമുൽ അബ്റാർ. ഇത് നോമ്പ് തുറപ്പിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായി പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതിനു പുറമെ അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനി വസ്ഖി മൻ സഖാനി, അള്ളാഹുവേ എനിക്ക് ഭക്ഷണം നൽകിയവർക്ക് നീയും ഭക്ഷണം നൽകണേ, എന്നെ വെള്ളം കുടിപ്പിച്ചവർക്ക് നീയും വെള്ളം കുടിക്കാൻ കൊടുക്കണേ എന്ന പ്രാർത്ഥന. മറ്റൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും, അള്ളാഹുവേ നീ അവർക്ക് നൽകിയതിൽ നീ അവർക്ക് ബർക്കത്ത് നൽകണമേ, വഗ്ഫിർ ലഹും വർഹംഹും, അവർക്ക് പുറത്തു കൊടുക്കുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. ഈ ദുആ പൊതുവേ നമ്മൾ ആരുടെ അടുക്കൽ നിന്നാണോ ഭക്ഷണം കഴിച്ചത് അപ്പോൾ അവർക്ക് വേണ്ടി നടത്തേണ്ടുന്ന ദുആ ആണ്. അതോടൊപ്പം നോമ്പ് തുറപ്പിച്ചാലുള്ള പ്രത്യേക പ്രാർത്ഥനയും ഇതും നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തതാണ്. പത്താമതായി പറയാനുള്ളത്,
പലരും നോമ്പ് തുറക്കുന്ന തിരക്കിൽ, ഭക്ഷണം കഴിക്കുന്ന തിരക്കിൽ മറന്നു പോകുന്ന ഗൗരവമേറിയൊരു കാര്യം മഗ്രിബ് നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തായി നമസ്കരിക്കുക എന്നുള്ളത് വാജിബാണ്, വളരെ നിർബന്ധമാണ്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അത് സ്ഥിരപ്പെട്ട ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സമിഅ അൻ-നിദാഅ ഫലം യുജിബ്ഹു ഫലാ സ്വലാത ലഹു ഇല്ലാ മിൻ ഉദ്രിൻ. ബാങ്ക് വിളി കേട്ടിട്ടും പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കാത്തവന് നമസ്കാരമില്ല, ന്യായമായ കാരണങ്ങൾ ഉണ്ടെങ്കിലല്ലാതെ. അപ്പോൾ വ്യക്തമായ കാരണങ്ങൾ, പള്ളിയിൽ പോകാൻ പറ്റാത്ത വിധം തടസ്സമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ജമാഅത്തിന് പോകാതിരിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ മഗ്രിബ് നമസ്കാരം പലരും ജമാഅത്ത് നഷ്ടപ്പെടുത്താറുണ്ട്, നോമ്പ് തുറയുടെ പേര് പറഞ്ഞ്. അത് ഒരിക്കലും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നോമ്പ് തുറന്നിരുന്നു, എന്നിട്ട് പിന്നെ പള്ളിയിലേക്ക് പോകാറാണ് പതിവ്. എന്നിട്ട് അതിനുശേഷം നമുക്ക് ഇൻഷാ അല്ലാഹ് വിശാലമായി ഭക്ഷണം കഴിക്കാമല്ലോ. അതുകൊണ്ട് തന്നെ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുത്.